ഹലോ ഗൈസ്, ഐ ആം അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്നെ നിങ്ങളെല്ലാവരും മറന്നുപോയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു വർഷത്തിൽ കൂടുതൽ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി. കഴിഞ്ഞ വിന്ററിലാണ് ഞാൻ മടി പിടിച്ച് വീഡിയോ ഒന്നും ചെയ്യാതിരിപ്പോയത്. അത് കഴിഞ്ഞപ്പോൾ വിന്ററൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പോസ്റ്റിംഗ് ഔട്ടായി. പഞ്ചാബിൽ നിന്ന് പൂനെയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ സ്റ്റിച്ചിങ്, എംബ്രോയിഡറി അങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ പഠിക്കാനൊക്കെ പോയിരുന്നു. അതങ്ങനെ തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ വീണ്ടും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നു. കാരണം ഇപ്പൊ ടൈമുണ്ട്. ഇന്നൊരു നാൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത. എന്നാലും ഞാൻ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട്, ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് പേരെന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണല്ലോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പം അത് കിട്ടാത്തതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. ഞാൻ ആരും കുറ്റം പറയുന്നില്ല, എല്ലാം എന്റെ മിസ്റ്റേക്കാണ്. അപ്പൊ ഇനി ഞാൻ ആക്റ്റീവ് ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ്. അപ്പൊ ഇപ്പൊ പുതിയ വർഷം തുടങ്ങിയല്ലേ, 2025. അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ ന്യൂ മീ, അങ്ങനെയല്ലേ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന എല്ലാവരും പകുതി വഴി ഉപേക്ഷിക്കാറാണ് പതിവ്. ഞാൻ പതിവ് തെറ്റിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഞാൻ അടുത്ത വർഷം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവും. അതാണ് എന്റെ ഒരു തീരുമാനം. ഞാൻ എന്തിനിങ്ങനെ വെറുതെ മടി പിടിച്ച് ഇരിക്കുന്നത്? ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ആക്റ്റീവ് ആവണം എന്നാണ് എന്റെ ആഗ്രഹം. നടക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. അപ്പം ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇന്നത്തെ എന്റെ വീഡിയോ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. വിന്റർ ടൈമിലൊക്കെ ഞാൻ ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിന്റർ സീസണിൽ സ്കിന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വിന്ററിൽ സ്കിന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊരിഞ്ഞൊക്കെ പോവും. സ്കിന്നിന് ഡാമേജ് വരാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു ടൈമാണ് വിന്റർ. അപ്പൊ നന്നായിട്ട് സ്കിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പൊ നമ്മൾ മുഖത്ത് എന്തെങ്കിലും ചെയ്യും മുന്നേ മുടിയൊക്കെ വൃത്തിയായിട്ട് കെട്ടി വെക്കണമല്ലോ. നമുക്ക് മുടിയൊക്കെ ചീകി ബാക്കിലോട്ട് ഒതുക്കി കെട്ടി വെക്കാം. ആദ്യം ഞാൻ മുഖം നന്നായി വൃത്തിയായിട്ട് കഴുകാൻ പോവാണ് ഫേസ് വാഷ് യൂസ് ചെയ്ത്. ഞാൻ ഹിമാലയയുടെ റോസ് ഗ്ലോ ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല മണമുള്ള ഫേസ് വാഷാണിത്. പിന്നെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു രീതിയിലുള്ള സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് അതിനും മടിയാണ് ഗൈസ്. അങ്ങനെ ഫേസ് എല്ലാം നല്ലതുപോലെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. ഞാൻ VLCCയുടെ ഗോൾഡ് സ്ക്രബാണ് എടുത്തിട്ടുള്ളത്. അതിലിങ്ങനെ ചെറിയ ചെറിയ ഗോൾഡിൻ്റെ സ്ക്വയർ പോലെ ഒരു സംഭവം കിടപ്പുണ്ട്. അത് യഥാർത്ഥ ഗോൾഡ് ആയിരുന്നെങ്കിൽ എടുത്ത് വിറ്റ് കാശാക്കായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഗോൾഡ് അല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിതിനെ മുഖത്തിങ്ങനെ ഉരച്ചൊരച്ച് ആനന്ദ നിർവൃതിയിലാറാടാം. സ്വർണ്ണമാണല്ലോ ഉരയ്ക്കുന്നത് എന്ന് വെറുതെയെങ്കിലും മനസ്സിൽ ചിന്തിച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഫേസിൽ. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ചധികം നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തത് കൊണ്ടാണ്. അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇത്രയും നീണ്ടുപോയതാണ്. ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ സ്ക്രബ് നന്നായി വാഷ് ചെയ്ത ശേഷം ചെറിയൊരു ടവൽ കൊണ്ട് ഞാനിങ്ങനെ ചെറുതായി ഒന്ന് ഉപ്പിയെടുത്തതേ ഉള്ളൂ, നന്നായിട്ട് തുടച്ചെടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് VLCCയുടെ ആയുർവേദ ഒരു ഫേസ് പാക്കാണ്, മുൾട്ടാനി മിൽട്ടി ഫേസ് പാക്ക്. ഇതിൻ്റെ മണം നല്ല സൂപ്പറാണ് ഗൈസ്. നല്ല റോസ് വാട്ടറിൻ്റെ ഒക്കെ കൂടെ ഒരു മിക്സാണ്. ആ ഒരു സ്മെല്ലിന് നല്ല അടിപൊളി മണമാണ്. ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്മെല്ല്. പിന്നെ എൻ്റെ തൊണ്ട ചെറുതായി ഒന്ന് അടച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ വോയിസ് നന്നായിട്ട് പരുക്കനായിട്ടിരിക്കുന്നത്. ഞാനിതിന് വോയിസ് ഓവർ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് വന്നിട്ട് സൗണ്ട് ഒട്ടും വരാതെയായി. അപ്പോൾ പിന്നെ സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ കഫം ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തും. അങ്ങനെ കുറച്ച് സമയം എടുത്തു. കുറേ പ്രാവശ്യം വീണ്ടും എനിക്ക് ഒരേ കാര്യം തന്നെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ള് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ വീട് മൊത്തം ഒന്ന് തൂത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൂത്തൊക്കെ കഴിഞ്ഞു. 15 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞു. പാക്ക് ഏകദേശം നല്ല ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാക്ക് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ. ഗൈസ്, ഞാൻ പാക്കൊക്കെ തേച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്.
ബ്രേക്ക് വെച്ച സുന്ദരിയാവോ എന്നല്ലേ ചിന്തിക്കുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്കറിയാൻ വേണ്ടി നിങ്ങൾ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും 2025 ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്ര നാളത്തേക്കെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.